ഈ രക്ഷിതാക്കളാണ് മക്കളെ വല്ലാണ്ട് എന്താക്കുന്നത്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അത് വല്ലാത്തൊരു പാതകമാണ്. പ്രണയത്തിലൊക്കെ കൊടുക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ അറിയാം, അവരുമ്മാനെ പോയിട്ട് ഇങ്ങനെ ചാരാൻ തുടങ്ങും. ഉമ്മാർ പറയും മോനെ ജയിന് നിൽക്കണ്ടട്ടോ, മോളെ ജയിന് നിൽക്കണ്ടട്ടോ എന്നറിയും. ഈ ഉമ്മ ബേജാറാകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? വാപ്പറിഞ്ഞ വെട്ടൊന്ന് രണ്ട് കഷ്ടം എന്നുള്ളതുകൊണ്ടാണ്. ഈ വാപ്പമാരെ ഇത്ര കാട്ടാസാവും ചെയ്യരുത്. വാപ്പമാരെപ്പോഴും അപ്രോച്ചബിളും അവൈലബിളും ആയിരിക്കണം. അവൈലബിൾ അല്ലെങ്കിൽ പോലും അപ്രോച്ചബിൾ ആയിരിക്കണം. അതായത് സമീപിക്കാൻ പറ്റണം വാപ്പാനെ. വാപ്പ ഇങ്ങനെ റൂമിലിരുന്നിട്ട് ഇങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക, മക്കൾക്ക് അങ്ങോട്ട് പോകാനും പാടില്ല, മക്കൾക്ക് അങ്ങോട്ട് പ്രവേശിക്കാനും പാടില്ല. അങ്ങനത്തെ വാപ്പാരെ കിട്ടിയിട്ട് കാര്യമില്ല. കുട്ടികൾക്ക് നല്ല രീതിയിൽ പോയിട്ടൊരു സുഹൃത്തിനെ പോലെ വാപ്പയോട് കാര്യങ്ങൾ പറയാൻ പറ്റണം. ഇപ്പോൾ ഒരു മോൾക്ക് പ്രണയമുണ്ടോ, പ്രണയമുണ്ടെങ്കിൽ വാപ്പാനോട് പോയിട്ട് പറയാൻ പറ്റണം. എങ്ങനെ പറയണം? ഇങ്ങനെ പറയരുത്, അപ്പോൾ എനിക്കൊരു പ്രണയമുണ്ട്, എനിക്ക് കെട്ടിച്ചെന്നാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഞരമ്പ് മുറിക്കും, അങ്ങനെയല്ല പറയേണ്ടത്. ഉപ്പനോട് പോയിട്ട് പറയാം, ഉപ്പക്ക് നിങ്ങളെ വലിയ സ്നേഹമാണ്. ഉമ്മ കേട്ടാൽ ചിലപ്പോൾ ആകെ തരിച്ചു നിൽക്കും. കാരണം എന്താ മോളി പറഞ്ഞതെന്നുള്ളതാണ്. വാപ്പമാർ ഈ പക്വത കാണിക്കണം. ഞാൻ രണ്ടാളും രണ്ടാക്കല്ല. കാരണം ഉമ്മമാരെന്ന് പറഞ്ഞാൽ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന പാവങ്ങളാണ്. വാപ്പമാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കണക്കുകൾ കൂട്ടുന്ന തന്ത്രജ്ഞരാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഡിഗ്നിറ്റിയെ കുറക്കുകയാണ് വാപ്പ എന്നുള്ളത്, നിങ്ങളുടെ ഡിഗ്നിറ്റിയെ കൂട്ടുകയാണ്. എന്നിട്ടെങ്കിലും ആ കണക്കുകൾ കൂട്ടിയിട്ട്, കണക്ക് കൂട്ടുക എന്ന് പറഞ്ഞാൽ അവന് സ്വത്തുണ്ടോ ഭൂമിയുണ്ടോ അതൊന്നുമല്ല. പകരം ആ വാപ്പ കേൾക്കണം. മോള് വന്നിട്ട് പറയാണ്, വാപ്പ എനിക്കിങ്ങനെ ഒരു ചെറുതായിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ ആ കുട്ടിയോടൊരു തോന്നലുണ്ട്, ഞാനെന്താ ചെയ്യുക ഉപ്പച്ചി പറയും. എണീറ്റിട്ട് ഒന്നങ്ങോട്ട് കൊടുക്കാൻ പാടില്ല. അത് കേൾക്കണം, മനസ്സിലാക്കണം. അല്ലെങ്കിൽ പിന്നെ കോളേജിലേക്ക് കുട്ടികളെ വിടാൻ പാടില്ല. കോളേജിലേക്ക് കുട്ടികളെ വിട്ടുകഴിഞ്ഞാൽ, ഞാൻ വരി മാത്രം എടുത്തിട്ട് യൂട്യൂബിൽ വരരുത് കേട്ടോ. കോളേജിലേക്ക് വിട്ടുകഴിഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളുമാണോ ജന്മന അവർക്കൊരു ആകർഷണത്വം അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ജന്മന ഉണ്ട്, അത് നമ്മൾ നിശ്ചയിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. കാരണം ഒരു മനുഷ്യന് തോന്നുന്ന സ്നേഹങ്ങൾ മൂന്ന് രീതിയിലാണ് ടോട്ടലി സ്നേഹങ്ങൾ. അത് നാലായിട്ടും വ്യാഖ്യാനിക്കുന്നുണ്ട്. ഞാൻ മൂന്നെണ്ണം ഇവിടെ പറയാം. ഒന്ന് എഗെയ്പ്പ് എന്നതാണ്. എഗെയ്പ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് നമുക്ക് തോന്നുന്ന സ്നേഹം അൺകണ്ടീഷണലാണ്, അൺകണ്ടീഷണൽ ലവ്. മാതാപിതാക്കളോട് നമുക്ക് തോന്നുന്ന സ്നേഹം അൺകണ്ടീഷണലാണ്. അത് മാതാവ് സൗന്ദര്യം ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും നമ്മൾ സ്നേഹിക്കും. മാതാവിന് പിന്നെ എന്താ പറയുക, വിദ്യാഭ്യാസം ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും നമ്മൾ സ്നേഹിക്കും. ചിലപ്പം വിദ്യാഭ്യാസമുള്ള മാതാക്കളേക്കാൾ കൂടുതൽ മക്കളെ സ്നേഹിക്കുക ഒരു വിവരമില്ലാത്ത മാതാക്കളെ ആയിരിക്കും. അൺകണ്ടീഷണലാണ്, കണ്ടീഷൻ വെക്കില്ല അവിടെ. അതിനാണ് എഗെയ്പ്പ് എന്ന് പറയുക. എന്നാൽ ഫിലോസ് എന്ന് പറയുന്ന ഒന്നുണ്ട്, ഫീലിയ എന്നതിന് പറയും. ഫിലോസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് അത് കൂട്ടുകാർക്ക് പരസ്പരം തോന്നുന്ന ഒരു സ്നേഹമാണ്. അത് മോശമായ സ്നേഹമൊന്നുമല്ല. അങ്ങനെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് വേണം, ഒരുപാട് ഫ്രണ്ട്സ്. ഇപ്പം ഞാൻ എൻ്റെ മക്കളോട്, ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളോട് പറയാം, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ എണ്ണം നിങ്ങൾ കൂട്ടണം. അത് വെറും ഒരു 4 ആളിൽ മാത്രം ഒതുക്കാനുള്ളതല്ല. നമ്മൾ ഇതിപ്പോൾ തൃശ്ശൂർ ജില്ലയാണെങ്കിൽ, ഈ തൃശ്ശൂർ, ഞാൻ ഗുരുവായൂരിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ ജില്ലക്കാർ, ഈ തൃശ്ശൂർ ജില്ലയിൽ മാത്രം പോരാ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് മറ്റ് ജില്ലകളിലും ഫ്രണ്ട്സ് ഉണ്ടാകണം. അത് സോഷ്യൽ മീഡിയയിലൂടെ അനാവശ്യമായ ബന്ധങ്ങളല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇവിടെ സോഷ്യൽ ലീഡേഴ്സായിട്ടുള്ള ആൾക്കാർ, പ്രഭാഷകരായിട്ടുള്ള ആൾക്കാർ, നിങ്ങൾ ആരെയും എടുത്തു നോക്ക്, അവർക്ക് എല്ലാ ജില്ലയിലും ഫ്രണ്ട്സ് ഉണ്ടാവും. കുറച്ചും കൂടി റേഞ്ച് കൂടിയ ആൾക്കാരാണെങ്കിൽ എല്ലാ സംസ്ഥാനത്തിലും ഫ്രണ്ട്സ് ഉണ്ടാവും. കുറച്ചും കൂടി റേഞ്ച് കൂടിയ ആളാണെങ്കിൽ എല്ലാ രാജ്യങ്ങളിലും എന്തുണ്ടാവും, ഒട്ടുമിക്ക രാജ്യങ്ങളിലും അവർക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ് ഒരു മോശമായ കാര്യമൊന്നുമല്ല, ഫ്രണ്ട്സ് നല്ലതാണ്. നമ്മളെ റേഞ്ചിനനുസരിച്ച് ഫ്രണ്ട്സ് കൂടിക്കൊണ്ടേയിരിക്കണം, ഫ്രണ്ട്സിനെ കുറക്കരുത്. അതേപോലെ തന്നെ കല്യാണം കഴിച്ചാൽ എല്ലാ ഫ്രണ്ട്സിനെയും കട്ട് ചെയ്ത് കളയും ചെയ്യരുത്. അങ്ങനെയുണ്ടൊരു പരിപാടി നമുക്ക്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട്സ് ഒന്നും പാടില്ല എന്നത് ആര് പറഞ്ഞു? അത് എല്ലാവരും ഉണ്ടായിക്കോട്ടെ, പക്ഷെ മാന്യമായിട്ടായിരിക്കണം. കല്യാണം കഴിച്ചിട്ട് എല്ലാ ഫ്രണ്ട്സിനെയും വെട്ടിക്കളയുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. കാരണം അവരോട് പിന്നെ എന്തെങ്കിലും ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വഷളാവുന്നതിൻ്റെ അർത്ഥം. അതൊരു ശരിയല്ലല്ലോ. എല്ലാവരോടുള്ള ബന്ധം വേണം. കല്യാണം കഴിഞ്ഞാലും നമ്മുടെ ബന്ധങ്ങളൊക്കെ പോകണം. ഏത് ബന്ധം? സ്നേഹതുല്യമായ ബന്ധം. പക്ഷെ അത് ഫിലോസായിരിക്കണം. അഥവാ നമ്മുടെ സഹപാഠികളോട് നമുക്ക് തോന്നുന്ന സ്നേഹം. അതിലൊരിക്കലും എന്തില്ല, അതിലൊരിക്കലും മോശമായ നോട്ടങ്ങളില്ല, മോശമായ പ്രകടനങ്ങളില്ല, മോശമായ ഡയലോഗ്സ് ഇല്ല. അങ്ങനെയുള്ളൊരു ബന്ധം, അതിന് ഫിലോസ് എന്നാണ് സൈക്കോളജിയിൽ പറയാം, ഫീലിയ. പക്ഷേ ഇറോസ് എന്ന് പറയുന്ന വേറൊന്നുണ്ട്. ഇറോസ് എന്ന് പറഞ്ഞാൽ റൊമാൻറ്റിക് ആണ്. അതിൽ സെക്സ് കടന്നു വരുന്നു. ഇറോസ് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതൊരു അപകടകരമായ അവസ്ഥയാണ്. അത് നമുക്ക് ഭാര്യയോട് മാത്രം തോന്നേണ്ടതാണ് ഇറോസ്. അത് മറ്റാരോടെങ്കിലും തോന്നിയാൽ നമ്മുടെ ജീവിതം അപതാളത്തിലായി മാറും. ഇറോസ് എന്ന് പറഞ്ഞാൽ റൊമാൻസാണ്. റൊമാൻസിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ സെമി സെക്സ് ആണ്, അതിൻ്റെ അപ്പുറത്തേക്ക് സെക്സ് ആണ്. അപ്പം ഇത് നമ്മളിൽ വരിക എന്ന് പറഞ്ഞാൽ നമുക്കെന്തോ ഒരു കുഴപ്പമുണ്ടെന്നർത്ഥം. അത് ഭാര്യയോട് തോന്നേണ്ടതാണ്, അത് ഭർത്താവിനോട് മാത്രം തോന്നേണ്ടതാണ്.
അപ്പോൾ നമുക്ക് ഫീലിയ ആകാം. ഫീലിയ എന്ന് പറഞ്ഞാൽ എല്ലാവരോടും നല്ലൊരു സ്നേഹബന്ധമാണ്. പഠിക്കുന്ന കാലത്ത് നമ്മളൊക്കെ കോളേജിൽ പഠിച്ചതല്ലേ, ഡിഗ്രിയും PG ഒക്കെ നമ്മൾ കോളേജിൽ പഠിച്ചതാണ്. പിന്നെ റിസർച്ചിന് പോകുമ്പോൾ ക്യാമ്പസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ല, നമ്മളിങ്ങനെ പുസ്തകപ്പുഴയായിട്ട് ഇരിക്കലാണ്. ക്യാമ്പസ് ലൈഫ് എന്ന് പറഞ്ഞൊരു സാധനം റിസർച്ചിൽ വല്ലാണ്ട് ഉണ്ടാവില്ല. കാരണം കുറച്ച് സമയം ക്ലാസ് ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ തന്നെ സ്വന്തം ഇരുന്നിട്ട് റിസർച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ ക്യാമ്പസിൽ പഠിച്ചു എന്നതുകൊണ്ട് നമ്മളാകെ വഷളാവൊന്നുമില്ല, അതൊക്കെ തെറ്റായ ധാരണയാണ്. എല്ലാവരും ക്യാമ്പസിൽ പഠിച്ചിട്ട് തന്നെ വരുന്നത്. പക്ഷേ അത് ഫീലിയായിട്ട് മാറണം. ആ ഫീലിയ പിന്നെ എന്തായി മാറരുത്? ഇറോസായി മാറരുത്. ഇറോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയെ, ഉദാഹരണത്തിന് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ പോകുന്ന സമയത്ത് അറിയാണ്ട് നമ്മുടെ തലയൊന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇറോസിൻ്റെ സ്വഭാവമുണ്ട് എന്നാണ് അർത്ഥം. അത് മനുഷ്യന്മാർക്ക് ഉണ്ടാവും, അതിനൊന്നും ഇല്ലാതെ വെക്കാൻ നമ്മൾ മാലാഖമാരൊന്നുമല്ല. പക്ഷേ ഇറോസ് എന്ന് പറയുന്ന സാധനം നമുക്കുണ്ടാകരുത്. ഞാൻ പെൺകുട്ടിയോടെ പ്രത്യേകിച്ച് പറഞ്ഞത്, നിങ്ങൾ ക്യാമ്പസിൽ പഠിക്കുമ്പോൾ നിങ്ങളുടെ സഹപാഠികളായ കുട്ടികളൊക്കെയും ഫീലിയയിലാണ് നിൽക്കേണ്ടത്, അല്ലാതെ ഒരിക്കലും അത് ഇറോസിലേക്ക് മാറാൻ പാടില്ല. ഇറോസിലേക്ക് മാറിയാൽ പിന്നീട് അവരോടൊരു വൈകാരിക ചിന്തയാണ് നമുക്കുണ്ടാവുക. അപ്പം നമുക്ക് ആ വൈകാരിക ചിന്ത കടന്നു വന്നാൽ, ഫീലിയ കടന്നു വന്നാൽ മാതാപിതാക്കൾ ഒരിക്കലും വെറുക്കാനുള്ള ഒരു സ്കോപ്പും ഇല്ല. കാരണം നമ്മൾ ഫ്രണ്ട്സാണ് അവർ. ചിലപ്പോൾ സണ്ട കൂടും, എൻ്റെ ഫ്രണ്ട്സിനൊന്ന് വിളിക്കണം കേട്ടോ വീട്ടിലേക്ക്, നല്ല ബിരിയാണി കൊടുക്കണം. അപ്പോൾ ഉമ്മ പറയാണ് അതിനൊന്നും ഇവിടെ പറ്റൂല, ഇവിടെ ബിരിയാണി വെച്ച് കൊടുക്കലല്ല പരിപാടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. കാരണം ഫ്രണ്ട്സിന് അത്രമാത്രം ഇഷ്ടം ഉണ്ടാവും നമുക്ക്. നേരെ മറിച്ചിട്ട് ഇറോസ് എന്ന് പറയുന്നത് കയറിയാൽ അതിനോരോ സ്റ്റേജസ് ഉണ്ട്. ആ ഇറോസിൻ്റെ സ്റ്റേജസ് ഉണ്ട്. അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്കൊക്കെ കയറുമ്പോഴാണ് മാതാപിതാക്കളെ പോലും ഒഴിവാക്കിക്കൊണ്ട് അവരുടെ കൂടെ ജമ്പ് ചെയ്ത് പോകുന്നത്. പക്ഷേ അതൊരു കെമിസ്ട്രിയാണ്. ആ കെമിസ്ട്രി എന്ന് പറയുന്നത് ലഹരിയാണ്. ആ കെമിസ്ട്രി അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എന്താകില്ല, അവർ അവിടെ തന്നെ നിൽക്കണമെന്നില്ല. അതുകൊണ്ടാണ് ചാടിപ്പോയ എത്രയോ ആളുകൾ, ഏകദേശം 90% ആളുകളും വീട്ടിലേക്ക് തന്നെ മടങ്ങിക്കൊണ്ടിരിക്കുന്നത്, മടങ്ങാൻ വീട്ടുകാർ അനുവദിക്കാതിരിക്കുന്നത്. കാരണം ആ ചാടിപ്പോക്കിൻ്റെ ഊക്കുണ്ടാവില്ല. അങ്ങോട്ട് കിണറ്റിലേക്ക് ഒരു ഊക്ക് കൊണ്ട് ചാടാം, 2 ഊക്ക് കൊണ്ട് തിരിച്ചു കയറാൻ പറ്റൂല എന്നാണ്. എൻ്റെ ഒരു പ്രിയങ്കരനായ സുഹൃത്തുണ്ട്, അദ്ദേഹം കോഴിക്കോട് ബേസ് ചെയ്തിട്ടൊരു സ്ഥാപനം ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ പരിപാടിക്ക് വേണ്ടി എന്നെ ഖത്തറിലേക്ക് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു പിരിക്കാനാണെങ്കിൽ ഞാൻ വരില്ല, ഞാൻ പിരിവിൻ്റെ പരിപാടിക്ക് വരാറില്ല, ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടേ ഇല്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം പ്രശസ്തനായ ഒരാളാണ്, കേരളത്തിൽ അറിയപ്പെടുന്നൊരു പ്രഭാഷകനൊക്കെയാണ്. അപ്പം എന്നോട് പറഞ്ഞു, സാർ ഞങ്ങൾ ഈ നടപ്പിലാക്കാൻ പോകുന്നത് എന്തെങ്കിലും സ്കൂളോ ഇൻ്റർനാഷണൽ സ്കൂളോ ഒന്നുമല്ല, ചാടിപ്പോയ കുട്ടികളൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ആ വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളെ വീട്ടിലേക്ക് കയറ്റുന്നില്ല. ഉപ്പ പറയാണ് എനിക്ക് അങ്ങനെ ഒരു മോളില്ല, ഉമ്മ പറയാണ് എനിക്ക് അങ്ങനെ ഒരു മോളില്ല. കുട്ടികൾ സ്വന്തം ജനിപ്പിച്ച മക്കൾ വരെ പറയാണ് എന്ത്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉമ്മയില്ലാന്ന്. ആങ്ങളമാർ പറയാം എനിക്ക് അങ്ങനെ ഒരു പെങ്ങളില്ലാന്ന്. പിന്നെ ഈ കുട്ടി എവിടേക്ക് പോകും? പിന്നെ എന്നേക്കും മോശമായി പോകുന്നതിനും പകരം അവരൊന്ന് മാറ്റിപ്പാർപ്പിച്ച് നന്നാക്കിയെടുക്കുക എന്ന സ്ഥാപനമാണ് ഞങ്ങൾ തുടങ്ങുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ പറഞ്ഞു നോക്കുമ്പോൾ കേരളത്തിലെ വളരെ പ്രമാദമായ ചാടിപ്പോക്കുകാരൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പേരെടുത്ത് ഞാൻ ആരെയും വഷളാക്കുന്നില്ല. എല്ലാ പ്രമാദമായ ചാടിപ്പോക്കുകാരും, പ്രസിദ്ധമായ കുറേ ചാടിപ്പോക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ, അവരൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഇറ്റ്സ് അബ്സൊല്യൂട്ട് കെമിസ്ട്രി. ഒരു രസതന്ത്രമായിരുന്നു വർക്ക് ചെയ്തത്. ആ രസതന്ത്രം ഇല്ലാതെയാകുമ്പോൾ അവർക്ക് റിയൽ ലൈഫിലേക്ക് വരണമെന്ന് തോന്നും. ആ ലഹരി നമ്മൾ അവസാനിപ്പിച്ചേ പറ്റൂ. എന്നാൽ അബ്സൊല്യൂട്ട് ലഹരി, ഇത് വളരെ ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ ഈ ഉമ്മ ഇരുന്നുകൊണ്ട് പറയണം, ഏതുമ്മ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? കണക്ഷൻ വിടരുത് കേട്ടോ. സംസാരിക്കുന്ന ഞാൻ കണക്ഷൻ വിടാൻ പാടില്ല, കേൾക്കുന്ന നിങ്ങളും കേൾവിയുടെ കണക്ഷൻ വിടാൻ പാടില്ല. ഞാൻ പറഞ്ഞ ഉമ്മ എന്ന് പറഞ്ഞാൽ ഒരു മകനെ കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്നു, ആ കുട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടിയാണെന്ന് ആളുകൾ പറയുന്നു, പക്ഷേ എൻ്റെ കുട്ടി ഇത് ഉപയോഗിക്കില്ല എന്ന് ഉമ്മ കട്ടായമായിട്ട് പറയുന്നു. ഉമ്മ പറയുന്നു, സാറേ എൻ്റെ മോന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങലില്ല, എൻ്റെ അയൽവാസിക്കാരും കുടുംബക്കാരും വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് സാർ എന്നാണ് ഈ ഉമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ തൽക്കാലം പറഞ്ഞു, ഉമ്മ നിങ്ങളൊന്ന് പുറത്തിരിക്കും, ഞാൻ ഇവനോടൊന്ന് ചോദിക്കട്ടെ. അങ്ങനെ തന്നെയാണ് എൻ്റെയും വിശ്വാസം, ഇവനെ കണ്ടിട്ട് അങ്ങനെ ഉപയോഗിക്കുന്ന ആളൊന്നുമല്ല എന്ന് ആ ഉമ്മയെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഉമ്മ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ മോനോട് ചോദിച്ചു, മോനെ നിൻ്റെ ഭാവങ്ങളും നിൻ്റെ രീതികളും നിൻ്റെ നോട്ടവും കണ്ടിട്ടൊരു സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു നീ ഇത് ഉപയോഗിക്കുന്ന ആളാണ്. നീ അങ്ങേയറ്റം എന്നും അതിന് അഡിക്റ്റായി എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നീ ഉപയോഗിച്ചിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു, സത്യമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി ആ പറഞ്ഞ് തലയാട്ടി. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ കുട്ടികളെ കുറിച്ചിട്ട് ഇപ്പോൾ സാറന്മാർ എന്തെങ്കിലും പറയുമ്പോഴേക്ക് ചാടിക്കളിക്കാൻ നിൽക്കല്ലേ. ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? കുറേ അടയാളങ്ങളുണ്ട്. ഒരു കുട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ? അടയാളങ്ങൾ, പ്രധാനപ്പെട്ട അടയാളങ്ങൾ എന്താ? നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് സൈലൻ്റ് ആവും. നന്നായിട്ട് സൈലൻ്റായി നടക്കുന്ന കുട്ടികൾ പെട്ടെന്ന് എന്താവും? ഭയങ്കര സംസാരക്കാരും വയലൻ്റാവും. ഇതതിൻ്റെ പ്രധാനപ്പെട്ട ലെറ്ററാണ്. പിന്നെ കുട്ടികളുടെ മുഖഭാവങ്ങൾ മാറും, കുട്ടികളുടെ സംസാരത്തിൻ്റെ ടോണ് മാറും, കുട്ടികൾ പെട്ടെന്ന് ചൂടാകുന്നവരാകും, പെട്ടെന്ന് അറിയാതെ പൊട്ടിച്ചിരിക്കുന്നവരാകും,
ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് വർത്തമാനം പറയുന്നവരാകും. ഇതൊക്കെ അതിൻ്റെ ചെറു ഭാഗങ്ങൾപ്പെട്ടതാണ്. നമുക്കത് അറിയാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും കുട്ടീൻ്റെ സാധാരണയായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതെന്നാണ്. ഇങ്ങനെ പോയി നിങ്ങളറിയോ, ഗെയിം പോലും ഒരു ലഹരിയാണെന്ന്. ലഹരി പിടിപ്പിക്കുന്ന ഗെയിമുണ്ട്, ലഹരി പിടിപ്പിക്കുന്ന മ്യൂസിക് ഉണ്ട്. മ്യൂസിക് നമ്മളീ കുട്ടികളെ ഈ മറ്റേ കോളേജിലൊക്കെ ഉണ്ടല്ലോ DJ ഇട്ടിട്ടെന്ന് പറഞ്ഞിട്ട്, DJ ക്ലബ്ബുകളുണ്ട് യൂറോപ്പിൽ. ഇപ്പോൾ DJ ക്ലബ്ബ് ആടി 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 ആണും പെണ്ണും കൂടി നൃത്തം ആടിക്കൊണ്ട് വേറെ ലോകത്തേക്ക് എത്തുന്ന DJ. ആ DJ സാധനം തന്നെയാണ് ഇത്. പാവം കുട്ടിയൊക്കെ അറിയില്ല. നമ്മളെ നാട്ടിൽ ആടുന്നവരൊന്നും ഇങ്ങനൊന്നുമല്ല ആടണം കേട്ടോ, അവരറിയാത്തതുകൊണ്ട് ആടുകയാണ്. പക്ഷേ മ്യൂസിക് ഇട്ടിട്ട് ആ മ്യൂസിക്കിലൂടെ ലഹരിയിലേക്ക് പോകുന്നവരുണ്ട്. വെർലിൻ ഡർവിഷസിൻ്റെ ലോകമുണ്ട്. ആടുന്ന സൂഫികൾ എന്ന പോലെ ആടുന്ന മയക്കുമരുന്നുകാരുണ്ട്. ഇതൊക്കെ ഈ ലോകത്തിലുള്ളതാണ്. നിങ്ങളറിയോ, യൂറോപ്പിലൊക്കെ പോയി, ഞാൻ അവിടുത്തെയൊക്കെ ഇവിടെ പറയല്ല, അതൊക്കെ ഭാവിയിൽ ഇവിടെ വരും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അന്ന് നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി, ഇയാളാ ജുബ്ബയും കൊണ്ട് വന്നുകാണ്ട് ഇതൊക്കെ പറഞ്ഞിരുന്നു ഇവിടെ എന്നുള്ളത്. ഡെവിൾസിനെ ആരാധിക്കുന്ന ആളുകളുണ്ട്. ഇസ്രായേലിൻ്റെ ഒരു ഭാഗത്ത് പോയപ്പോൾ, ഇപ്പോൾ ഇസ്രായേലിലൊക്കെ യുദ്ധം നടക്കുകയാണല്ലോ, നിങ്ങൾ വിചാരിച്ചതല്ല ഇസ്രായേലിൽ എല്ലാവരും ഇങ്ങനെ ഭയങ്കരമായിട്ട് പിന്നെ മോശസിനെ ആരാധിച്ചിട്ടും ദൈവത്തിനെ ആരാധിച്ചിട്ടും ഇരിക്കുകയാണെന്നാണോ? അല്ല. US-ൻ്റെ പല ഭാഗത്ത് പോയാൽ, ഇവിടെയൊക്കെ പോയാൽ ഡെവിൾസിനെ ആരാധിക്കുന്ന ആളുകളുണ്ട്. സാത്താനിക് വേഴ്സസിനെ ആരാധിക്കുന്ന ആളുകൾ, ഡെവിൾസ് വർഷിപ്പേഴ്സ് എന്നാണ് അവർ പറയുക. നിങ്ങൾക്ക് ആ ലോകം അറിയാത്തത് കൊണ്ടാണ്. നമ്മളിതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. ഡെവിൾസ് വർഷിപ്പേഴ്സ്, ശരിക്കും ചെകുത്താനെ ആരാധിക്കുന്ന, അവിടെ പ്രയോഗം പോലും എപ്പോഴും ഡബിൾ എന്നതായിരിക്കും. അങ്ങനെ പൈശാചികമായി എന്തൊക്കെ വൈകല്യങ്ങൾ ചെയ്തിട്ട് ആനന്ദം കണ്ടെത്താൻ പറ്റുമോ അങ്ങനത്തെ ആളുകൾ ഈ ലോകത്തിലുണ്ട്. ഇവരുടെയൊക്കെ ഭാഗത്തുനിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന സാധനം കൂടിയാണ് അമിതമായ ഡ്രഗ്സ് എന്ന് പറഞ്ഞ സാധനം. കാരണം ഇവർക്ക് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടികളുടെ വ്യാപാരമാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇന്ന തുറമുഖത്ത് അല്ലെങ്കിൽ ഇന്ന കടലിൽ വെച്ചിട്ട് 10,000 കോടിയുടെ ഹീറോയിൻ പിടിച്ചു എന്ന്? ആര് പറഞ്ഞയച്ചു? സാധാരണക്കാർക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ? ഏതോ വലിയ കോർപ്പറേറ്റ് ഭീമന്മാർ ഇത് രാജ്യത്തിനെ തകർക്കാൻ വേണ്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ 1-ാം നമ്പർ മാർക്കറ്റാണ്. എന്താ കാര്യം? ഇന്ത്യ ഇത്ര വലിയ കൺസ്യൂമർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ 2-ാം സ്ഥാനത്ത് നിൽക്കുന്നു. ചൈനയിലാണ് ഏറ്റവും കൂടുതൽ ജനത. ടോട്ടൽ ലോകത്തിലുള്ളത് 700 കോടി. നിങ്ങൾ മനസ്സിലൊന്ന് കണക്ക് കൂട്ടി, 700 കോടി. എന്നാൽ ഈ ഇന്ത്യയിലുള്ളത് 132 കോടി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ടോട്ടൽ ജനസംഖ്യയിലെ 1/5 ഇവിടെയാണ്. ഇന്ത്യയിൽ ഒരു ബിസിനസ് തുടങ്ങിയാൽ 35 രാജ്യത്ത് ബിസിനസ് തുടങ്ങിയതുപോലെ എന്നാണ് ബിസിനസ് കോർപ്പറേറ്റ്സ് ഭീമന്മാരുടെ വെപ്പ്. 35 രാജ്യത്ത് ഒന്നിച്ച് ബിസിനസ് തുടങ്ങുന്നതിന് ഈക്വലാണ് ഇന്ത്യയിൽ ബിസിനസ് തുടങ്ങിയാൽ. അത്ര പൊട്ടൻഷ്യലാണ് ഇന്ത്യ. കൺസ്യൂമർ പ്രോഡക്ട്സ്. ദുബായ് എന്ന് പറയുന്ന സ്ഥലത്ത് ആകെ 40 ലക്ഷം ആൾക്കാരുള്ളൂ. 40-45 ലക്ഷം ആൾക്കാർ മാക്സിമം പോയാൽ ദുബായിലുള്ളൂ. കേരളത്തിൽ 3.5 കോടി ആൾക്കാരുണ്ട്. ദുബായിയേക്കാൾ 10 ഇരട്ടി ജനങ്ങളുടെ സ്ഥലമാണ് കേരളം. കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഒരാൾക്ക് ഒന്നാണ്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ബ്രൂണയിലൊന്നും നടക്കാത്തത് എന്തുകൊണ്ടാണ്? ബ്രൂണയിൽ ഇത് നടക്കില്ല. കാരണം അവിടെ ആകെ 4.25 ലക്ഷം ആൾക്കാരുള്ളൂ. അങ്ങോട്ട് കയറ്റിയിട്ട് കാര്യമില്ല. 4.25 ലക്ഷം ആൾക്കാരിലേക്ക് വെറും കപ്പൽ കയറ്റിയിട്ട് കൊണ്ടുപോയിട്ട് എന്ത് കാര്യം? നേരത്തെ ഇന്ത്യയിലേക്ക് ഈ ഷിപ്പ് എത്തിക്കഴിഞ്ഞാൽ 132 കോടി ജനമാണ് അവരുടെ ലക്ഷ്യം. ഇന്നവരെ മൊത്തത്തിൽ കിട്ടിയില്ലെങ്കിലും ഭാവിയിൽ കിട്ടുമോ എന്ന ലക്ഷ്യം. അതുകൊണ്ട് ഇന്ത്യയിലേക്ക് ഇതിൻ്റെ ഒഴുക്കുണ്ടാവും. അത് ഭരണാധികാരികൾ തടയുന്നുണ്ട്, മിലിറ്ററി തടയുന്നുണ്ട്, എല്ലാവർക്കും അനുമോദനങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷെ തടഞ്ഞു വെക്കാത്തതും ഉണ്ടാകാം. പല ഭാഗത്തിലൂടെയാണ് കടന്നു വരുന്നത്. പല ഭാഗത്തിലൂടെയും പോലീസുകാർ ഇഷ്ടം പോലെ ക്ലാസ് എടുക്കാറുണ്ടല്ലോ. ഞാൻ പോകുന്ന ക്ലാസ്സുകളിലൊക്കെ മിക്കവാറും CI മറ്റുള്ളവരൊക്കെ ക്ലാസ് എടുക്കാറുണ്ട്. DYSP ഉണ്ടാവാറുണ്ട്, SP സാർ ഉണ്ടാവാറുണ്ട്. അവർ പറയാറുണ്ട്, എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ നിങ്ങളെ അറിയിക്കൂ. അവർ വളരെ വൈകാരികമായിട്ട് പറയാറുണ്ട്. ചില പോലീസുകാർ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് എന്ന് വിചാരിച്ച എല്ലാ പോലീസുകാരും പ്രശ്നക്കാരൊന്നുമല്ല. അതുകൊണ്ട് അവർ പറയാറുണ്ട്, ഞങ്ങൾ അങ്ങനെ അറിയിച്ചാൽ അവർ തൂക്കിയെടുത്ത് കൊണ്ടുപോകും. അതിൻ്റെ മേലെ ഇരിക്കുന്ന ആൾക്കാരെ തൂക്കാനൊന്നും ചിലപ്പോൾ അവർക്ക് കഴിഞ്ഞോളുന്നില്ല. പക്ഷേ ഇൻ ബിറ്റ്വീൻ ഇത് ഇങ്ങോട്ട് നിലത്തേക്ക് എത്തേണ്ട സാധനം. അല്ലാതെ അവിടെ ജർമ്മനിയിൽ ഇരുന്നിട്ട് തീരുമാനിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇത് പടനിലത്ത് എത്തിക്കുന്നവരെ പിടിക്കാൻ അവർക്ക് പറ്റും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് വിചാരിക്കരുത്, ഇതൊരു ചെറിയ കാര്യമാണെന്ന് വിചാരിക്കരുത്. ഇനി എന്താ ഇതുണ്ടാവുക? വളരെ ശ്രദ്ധിക്കും, കുറഞ്ഞ സമയമുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഇത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അതിന് പറയുന്ന പേര് ടോളറൻസ് എന്നാണ്. എന്താ ടോളറൻസ് എന്ന് പറഞ്ഞാൽ, ഒരു സാധനം ഉപയോഗിച്ച് അതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഉപയോഗിച്ചിട്ട് അതിനോട് ടോളറേറ്റ് ചെയ്ത് വരുന്നതിൻ്റെ പേരാണ് ടോളറൻസ്. ഫസ്റ്റ് സ്റ്റേജ് അതാണ്. ഒരു തിസീസ് പ്രകാരം എന്ന് വെച്ചാൽ ഒരാൾ പുകവലിച്ചു. പണ്ട് പുകവലിച്ചിരുന്നവർ ചിലപ്പോൾ ഈ കൂട്ടത്തിലുണ്ടാവും. ആ പുകവലിക്കാർ ആ പുകയിൽ തന്നെ അസ്തമിച്ചിരുന്നു. മരിക്കണവരെ ആ പുകയെ വലിക്കുള്ളൂ, വേറെടുക്കുള്ളൂ പോയിട്ടുണ്ടാവില്ല. എന്നുവെച്ചാൽ ഇന്നങ്ങനെയല്ല, കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നിൽ നിന്ന് തുടങ്ങിയാൽ പിന്നെ അടുത്തതിലേക്ക്. നിങ്ങൾ വിചാരിച്ചത് കഞ്ചാവ് എന്ന് പറയുന്ന സാധനം
അതൊരു ചെടിയല്ലേ? കുട്ടികൾ പറഞ്ഞതാണ്, എന്നോട് കൗൺസിലിങ്ങിൽ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, സാറേ അതൊരു ചെടിയല്ലേ? അതൊരു ചെടി തന്നെയാണ്. പക്ഷെ അവർ ഭയങ്കരമായിട്ട് ചേഞ്ചസ് വരുത്തിക്കൊണ്ട്, കഞ്ചാവേ ഇറ്റ്സെൽഫ് അതൊരു മോശം, ലോകത്തിലുള്ളതെല്ലാം കൂടി ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാമ്പിന് തിന്നൂടെ? പാമ്പ് ഒരു ജീവിയല്ലേ എന്ന് നമുക്ക് പറഞ്ഞൂടെ? എല്ലാ ചെടികളും ഉപയോഗിക്കാനുള്ളതല്ല. പക്ഷേ ഈ ചെടി ഇപ്പം നിങ്ങൾക്ക് യൂട്യൂബ് തുറന്നാൽ ഒരു പയ്യനെ കിട്ടും, ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, അവൻ പട്ടാമ്പി ആ ഭാഗത്തുള്ളതാണ്. ആ കുട്ടി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ കഞ്ചാവ് എത്തിയിരുന്നത് എലിവിഷം പുരട്ടിയിട്ടാണ്. യൂട്യൂബിൽ അവൈലബിൾ ആണ് അവൻ്റെ സ്പീച്ച്. എലിവിഷം പുരട്ടിയിട്ട്, കാരണം എലിവിഷം പുരട്ടിയിട്ട് ഈ സാധനം ഉപയോഗിക്കാതെ ഭയങ്കര ഹെവി ഡോസ് എന്ന് അവൻ പറയുന്നു. ഞാനത് ഉപയോഗിച്ചിരുന്നു, ആകെ തകർന്നതാണ്, എൻ്റെ വാപ്പയുടെ നേരെ കഠാര കൊണ്ട് ഞാൻ ചെന്നതാണ്. എന്നിട്ട് ആ കുട്ടി അത് പറഞ്ഞിട്ട് കരയുന്നുണ്ട്, ഇന്ന് ഇത് കേൾക്കാൻ എൻ്റെ വാപ്പയില്ല, ഇപ്പം ഞാൻ നന്നായി ഇതൊക്കെ നിർത്തി, പക്ഷെ എൻ്റെ വാപ്പയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി കരയുന്നുണ്ട്. യൂട്യൂബിൽ അവൈലബിൾ അവൻ്റെ സ്പീച്ച്. മാധ്യമമാണ് അവനെ പിന്നെ ഇത് ചെയ്യുന്നത്, മീൻസ് മീഡിയ വണ്ണാണ് അവനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പയ്യന്മാർ ഇത് ഉപയോഗിച്ച് ഇങ്ങനെ കയറി പോവാൻ ഞങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയല്ല. ആദ്യം അവർ ചിലപ്പോൾ ഒന്ന് ഉപയോഗിക്കും. ഉദാഹരണത്തിന് കഞ്ചാവ്, അതിന് മരിജുവാന എന്നാ പറയാ. അത് ഉപയോഗിച്ചത് അതിൻ്റെ മേലെ LSDയിലേക്ക് കയറും, പിന്നെ MDMAയിലേക്ക് കയറും. അവിടെ ഒന്നും നിൽക്കൂലത്, അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെയുണ്ട് കൊക്കൈനും ഹശീഷും, അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പെത്തഡിനൊക്കെ ഉണ്ട്. അപ്പം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പാമ്പിനെ വെച്ചിട്ട് കൊത്തിക്കലുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞാൽ പേടിയാവും. മനസ്സിലായോ? ഒരു സർപ്പത്തെ കൊണ്ടടക്കും. നമ്മളവിടെ എത്തിയിട്ടില്ല, ഭാവിയിൽ എത്തുമായിരിക്കും. ഇങ്ങനെ പോയാൽ അതിനെങ്ങനെ നെക്കിക്കഴിഞ്ഞാൽ പാമ്പനെ കൊത്തും. ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രഗ്സിൻ്റെ ഒരു രീതിയാണത്. കാരണം ഇത് ഡോസ് കൂടി പോയാലേ പറ്റൂ, അല്ലെങ്കിൽ അയാൾക്ക് നിൽക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? എന്നും ഒന്നല്ല ഉപയോഗിക്കുക, അതിങ്ങനെ കൂടി വരും. ടോളറൻസ് കഴിഞ്ഞാൽ പിന്നെ സാലിയൻസിലേക്ക് കയറും. എന്താ സാലിയൻസ്? സാലിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാതെ ഇനി എനിക്ക് ജീവിതമില്ല എന്ന അവസ്ഥ വരലാണ് സാലിയൻസ്. വിറയൽ വന്ന്, ആകെ പ്രശ്നം വന്ന്, ആളുകളോട് ദേഷ്യം വന്ന്. ഇവിടെ ഡോപ്പമിനെ കുറിച്ചിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും. ഡോപ്പമിൻ നമുക്ക് ബ്രെയിനിലേക്ക് കിട്ടേണ്ട സന്തോഷത്തിൻ്റെ മിശ്രിതങ്ങളാണ്. പക്ഷെ ആ സാധനം കൂടുതൽ കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? അതിനെക്കുറിച്ച് പറഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉദാഹരണത്തിന്, നമുക്ക് നമ്മുടെ മാതാവിനെ സ്നേഹത്തോടു കൂടി നോക്കുമ്പോൾ കിട്ടുന്ന ഡോപ്പമിൻ്റെ അളവ് 1000 ആയിരിക്കും, 1000 ഡോസായിരിക്കും. നമ്മൾ ഉമ്മയെ ഒരു ഹജ്ജിന് പോകുമ്പോഴോ അല്ലെങ്കിൽ മുത്തം പോകും, അല്ലെങ്കിൽ മറ്റുള്ള മതസ്ഥർ അവരുടേതായ എന്തെങ്കിലും പ്രാർത്ഥനക്കൊക്കെ പോകുമ്പോൾ, ശബരിമലയ്ക്ക് പോകുമ്പോഴൊക്കെ അമ്മയെ മുത്തം വെക്കുമ്പോൾ കിട്ടുന്നത് 1500 ആയിരിക്കും. ഗൾഫിൽ നിന്ന് വരുന്ന വാപ്പയെ നോക്കി നിന്നിട്ട്, അങ്ങനെ ഉണ്ടല്ലോ, ഗൾഫിൽ നിന്ന് വാപ്പ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നോക്കി നിന്നിട്ട് വാപ്പയുടെ ഇന്നോവ കാറിൻ്റെ, കൊണ്ടുപോയ ആളുടെ ഇന്നോവ കാറിൻ്റെ ആ തലപ്പും കണ്ട് കാണുമ്പോഴേക്ക് വരുന്നൊരു സന്തോഷമുണ്ട്. അതൊരു പക്ഷേ 2000 വരെ ആകാം, 2000 ഡോസിലാകാം. പക്ഷേ MDMA അടിക്കുന്നവന് ഒറ്റ പ്രാവശ്യം തന്നെ കിട്ടുന്നത് 1,80,000 ഒക്കെയാണ്. അത് 1.5 ലക്ഷം വീതം അടിക്കുന്നവരുണ്ട്. അപ്പം എന്താ സംഭവിക്കുക? അമിതമായിട്ട് ഈ സാധനം, അതിന് സിന്തറ്റിക് എന്നാ പറയാ, അമിതമായിട്ട് അങ്ങോട്ട് കയറിയിട്ട് സിന്തറ്റിക് ഡ്രഗായിട്ട് ചെല്ലുകയാണ്. നോർമലി നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? ഡോപ്പമിൻ ഉണ്ട്, നോർമലി ഉണ്ട്. പക്ഷേ ആ നോർമലിൽ നിന്ന് മാറി നമ്മൾ സിന്തറ്റിക്കിലേക്ക് അഥവാ അടിച്ച് കയറ്റി കഴിഞ്ഞാൽ പിന്നെ ആളുകളോടുള്ള സ്നേഹം പോവും. ലേശതാക്കും, എൻ്റെ തൊണ്ട പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഇത് പോവും. എന്തു പോവും? ഞാൻ എന്താ പറഞ്ഞേ? ഡോപ്പമിൻ. ആ ഡോപ്പമിനുള്ള സന്തോഷം പോവും. ഉദാഹരണത്തിന്, ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിയാണ്, ഞാനിവിടെ പറയുന്നൊരു ഉദാഹരണമാണ്, അല്ല മുഖ്യമന്ത്രിനെ ഇകഴ്ത്താനല്ല കേട്ടോ. നമ്മുടെ മുഖ്യമന്ത്രിയാണ് നമ്മുടെ പിണറായി വിജയൻ സാർ. ചിലർക്ക് എതിർപ്പുണ്ടാവാം, ചിലർക്ക് എന്തായാലും നമ്മൾ മുഖ്യമന്ത്രിയാണല്ലോ. രാഷ്ട്രീയപരമായി പലർക്കും എതിർപ്പുണ്ടാവും, അതൊന്നും ഇപ്പം ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുന്നില്ല. ആ മുഖ്യമന്ത്രിയായി ഇങ്ങനെ മുമ്പിലും കാറ് പിന്നിലും കാറ്, ഒരുപാട് സന്നാഹങ്ങൾ, പോകുമ്പോഴേക്ക് അവിടെ സിവിൽ സർവീസുകാരുടെ കാത്തിരിപ്പ്, അദ്ദേഹത്തിൻ്റെ റൂം, ഞാൻ മുഖ്യമന്ത്രിയുടെ റൂമിൽ കയറിയിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രിയുടെ എല്ലാം പിന്നെ നമ്മുടെ പ്രിയങ്കരനായ കുഞ്ഞുഞ്ഞു സാറ് ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചെയറിൽ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് റൂം, ആൾക്കാർക്ക് ഇരിക്കാനുള്ളത്, അപ്പുറത്ത് മറ്റേ മന്ത്രി, ഇപ്പുറത്ത് ഈ മന്ത്രി, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. സെറ്റപ്പായിരിക്കും അവർ. അതിൽ നിന്ന് അതങ്ങോട്ട് കുറച്ചിട്ട് പിണറായി വിജയൻ സാറെ പിടിച്ചിട്ട് ഗുരുവായൂർ മണ്ഡലത്തിലെ ഏതോ ഒരു പഞ്ചായത്തിലെ 14ാം വാർഡിലെ മെമ്പറാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങളൊന്ന് പറയും. അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ അതായിരിക്കും. നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയാലൊന്നും സങ്കടമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആളെ ഡീഗ്രേഡ് ചെയ്താലുള്ള ഒരു പ്രശ്നമാണ്. ഈ പുറത്തൊക്കെ ദുബായ് ഷെയ്ഖുമാരൊക്കെ ചെയ്യുന്നൊരു പരിപാടി അതാണ്. അവരെ കൂടെ നടന്നിട്ട് വിശ്വസിച്ച് നടന്ന ആൾക്കാർ എന്തെങ്കിലും ഒരു ചതി വരുത്തിയെന്ന് കണ്ട് അവർ നേരെ ചീഫ് സെക്രട്ടറിനെ പിടിച്ചിട്ട് വെറും പിയൂണാക്കിയാണ്ട് മാറ്റും. അത് മനുഷ്യൻ്റെ മാനസ പീഠയാണ്. ഉദാഹരണത്തിന്,
പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി നടന്ന ഒരു മനുഷ്യനെ പിറ്റത്തെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പരിഗണിക്കണ പോലും ഇല്ലെങ്കിൽ അറിയാം അവരുടെ ഒരു വിഷമങ്ങൾ. മഹലിൻ്റെ പ്രസിഡൻ്റായി നടന്ന ഒരാളെ പിന്നെ എന്താ പറയുക ജനറൽ ബോഡി യോഗത്തിന് പോലും വിളിക്കണില്ലെങ്കിൽ അറിയാം അതിൻ്റെ വിഷമം. അത് മനുഷ്യൻ്റെ ഒരു വിഷമമാണ്. ഇത് ഞാൻ ഇവിടെ പറയാൻ കാരണം നമ്മളിത് അമിതമായിട്ട് കുട്ടികളിലേക്ക് ചെന്നാൽ പിന്നെ ഉമ്മയെ നോക്കിയ സന്തോഷം വരില്ല. കാരണം അത് 1000 ഡോസിലേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇവിടെ കിട്ടിയത് 1 ലക്ഷമാണ്. പിന്നെ ഉമ്മയോട് ദേഷ്യം തോന്നാൻ തുടങ്ങും. സന്തോഷം വരുന്നില്ല പിന്നെ ദേഷ്യം പ്രകടിപ്പിക്കും. അങ്ങനെ സ്വന്തം വേണ്ടപ്പെട്ട ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. അത് തീരുമാനിച്ചുകൊണ്ട് നടക്കുന്നൊന്നുമല്ല. അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് വരുമ്പോൾ അവരത് ചെയ്യും. കാരണം ഉമ്മയാണ് എന്ന ബോധം ഉണ്ടാവില്ല. ഒരു സ്ത്രീ എന്നെ വിളിച്ചത് എനിക്ക് എന്നും ഓർമ്മയുണ്ട്. വല്ലാത്ത സങ്കടകരമായ വിളിയാണ്. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഇത് ചെയ്യുന്നില്ല, എനിക്ക് കൗൺസിലിംഗ് ഇല്ല, ദയവേത് നിങ്ങൾ ഇവരെ വിളിച്ചോളൂ. അല്ല സാർ, എനിക്ക് നിങ്ങളെ തന്നെ കിട്ടണം. ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ വാശി പിടിക്കല്ലേ, എനിക്കൊന്ന് അപ്പോൾ നമുക്ക് ദേഷ്യം വരുമല്ലോ. കുറേ പറഞ്ഞിട്ട് ഇവർ മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് കൗൺസിലിംഗ് അല്ലേ വേണ്ടത്, അതിന് 5-6 പേര് നമ്മളെടുത്തുണ്ട്, നിങ്ങൾ അവരെ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ അങ്ങോട്ട് കരഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സാർ എൻ്റെ മോന് +2 എൻ്റെ മോന് ഇപ്പോൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, അതിന് ഡി അഡിക്ഷൻ സെൻ്ററുകളുണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, തെറാപ്പി ഉണ്ട്, അങ്ങനത്തെ ആൾക്കാരെ പേരാണ് ഞാൻ പറയുന്നത്. അതല്ല സാർ എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ പിന്നെ പറയുന്നില്ല, കുറേ കരയാൻ. അപ്പോൾ എനിക്കൊരു സമയം കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു, എന്താ ഇത്താ പറയൂ. അപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞത്, സാർ എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മകൻ മയക്കുമരുന്ന് അടിക്കുന്നു എന്നതിനേക്കാൾ വലിയ വിഷയം, കിടന്നുറങ്ങുമ്പോൾ ഞാനും എൻ്റെ മകനും മാത്രമേ വീട്ടിലുള്ളൂ. അവൻ അപ്പുറത്തെ റൂമിലാണ്, ഞാൻ ഇപ്പുറത്തെ റൂമിലാണ്. ഇവൻ ഈ മയക്കുമരുന്ന് അകത്തേക്ക് ചെന്നാൽ ഇപ്പുറത്ത് പിന്നെ ഞാനാ കിടക്കുന്നത് എന്നൊരു ബോധം പോലും അവനില്ല. ഇത് ഉമ്മയല്ല എന്ന വിചാരത്തിൽ അവൻ വാതിൽ വന്ന് കൊട്ടുകയാണ്. ഇങ്ങനത്തെ മയക്കുമരുന്നുകളുണ്ട്. ഒരു ഉമ്മ അത്രമാത്രം പറയണമെങ്കിലുള്ള ഒരു വല്ലാത്ത ആത്മപീഠം ആലോചിച്ച് നോക്കിയാട്ടെ നിങ്ങൾ. ഇത്ര ദുർഗതിയിലേക്ക് ഈ കാര്യങ്ങൾ പോവാണ്. എല്ലാവരും ഉപയോഗിക്കുന്ന ഇതാണെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അത് സാലിയൻസാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാതെ എനിക്ക് നിവൃത്തിയില്ല എന്ന അവസ്ഥ. അത് കഴിഞ്ഞാൽ പിന്നീട് വിഡ്രോവൽ സിൻഡ്രമാണ്. വിഡ്രോവൽ സിൻഡ്രം എന്നതിലേക്ക് കയറുമ്പോൾ ഇത് അഥവാ കുറച്ച് നേരങ്ങാനും നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ഷിവർ ചെയ്യാൻ തുടങ്ങും, തലയിട്ടടിക്കാൻ തുടങ്ങും, പിന്നെ ആളുകളെ ആക്രമിക്കാൻ തുടങ്ങും, പരാക്രമികളാകും. നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കിക്കുക, കുറേ കുട്ടികളുടെ വീഡിയോസ് കാണാൻ പറ്റും. തള്ളേതൊക്കെ ചെന്നാണ് ഉമ്മയെ കൊല്ലാൻ പോകുന്ന രംഗങ്ങളൊക്കെ പല സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഇതാണ് മയക്കുമരുന്നിൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഉണ്ട്. ഇങ്ങനെ കുട്ടികൾ ആളെ കൊല്ലാൻ വേണ്ടി നടക്കുന്നത് പോലെ അവസ്ഥയുണ്ടായി. ഇതിൽ നിയമപാലകർ എന്ത് ചെയ്യും? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും 3.5 കോടി ആളുകളെടുത്ത് ഓടിയെത്താനുള്ള സന്നാഹമുണ്ടോ ഇവിടെ? പാവം പോലീസുകാർ, പാവം മന്ത്രിമാർ, ഞാൻ അവരെ പാവം എന്നതിൽ വിളിക്കുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം നടക്കുമ്പോഴേക്ക് അതിൻ്റെ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതല്ല ഇത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടതാണ്. ആ കുട്ടി പിന്നീട് വിഡ്രോവൽ സെൻ്ററിലൂടെ കടന്നു പോയാൽ 4ാമത് ഒന്നേ അവൻ്റെ മുമ്പിലുള്ളൂ. അതിൻ്റെ പേരാണ് എന്ത് സൂയിസൈഡ് അറ്റംപ്റ്റ്. പിന്നെ ആത്മഹത്യയിലേക്ക് പോകും. നിങ്ങൾ ഈ പറയുന്ന MDMA കുറിച്ചിട്ട് ഇന്ന് ഡീപ്പായിട്ട് പഠിച്ചു നോക്ക്. MDMA ഒരു ട്രീറ്റ്മെൻറ്റും കൂടാതെ ഇത്ര കാലം ഇത്ര ഡോസിൽ ഉപയോഗിച്ചാൽ ആൾക്ക് പിന്നെ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്നതിൻ്റെ റിസർച്ച് പറയുന്നുണ്ട്. ഇത്രമാത്രം അപകടകാരിയാണ് ഈ സാധനം. പക്ഷെ നമുക്കറിയോ ഈ സാധനം എന്താണെന്ന് നമുക്കറിയില്ല. അതാ രസം. ഞാനിവിടെ നിങ്ങളെ അതിനെപ്പറ്റി പഠിപ്പിക്കല്ല. ഇതൊരു ക്രിസ്റ്റൽ പോലൊരു സാധനമാണ്. ആകെ കുറഞ്ഞതേ ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറഞ്ഞാൽ ഇതുണ്ടല്ലോ നമ്മുടെ എന്താ പറയുക, പഞ്ചസാരയ്ക്ക് മേലുള്ള കൽക്കണ്ടത്തിൻ്റെ കഷ്ണം പോലെയുള്ള ചില കഷ്ണങ്ങൾ, ചില്ല് പോലെയുള്ള സാധനങ്ങളാണ്. അത് കത്തിച്ചിട്ട് മേലേക്ക് വലിക്കുന്നവരുണ്ട്, അത് കഴിക്കുന്നവരുണ്ട്, അത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് വലിക്കുന്നവരുണ്ട്. അതിനിറങ്ങിയ പെർഫ്യൂംസ് ഉണ്ട്. ഞങ്ങൾ കൂടുതലായിട്ട് പഠിപ്പിക്കല്ല. പെൺകുട്ടികൾക്ക് ഇറങ്ങിയിട്ടുള്ള കണ്ണിലിട്ടിക്കാനുള്ള ഡ്രോപ്സ് ഉണ്ട്, അവർക്കുള്ള ഐബ്രോസ് ഉണ്ട്.